കെ മുരളീധരൻ സംസാരിക്കുകയാണ്, മാധ്യമങ്ങളെ കാണുകയാണ്. ബി ജെ പിക്ക് ഉണ്ടായി. അതിന് പല കാരണങ്ങളും ഉണ്ട്. പക്ഷേ കണ്ട ഒരു പ്രത്യേകത തൃശ്ശൂരിൽ മാത്രമല്ല പലയിടത്തും ബി ജെ പിയുടെ സാന്നിധ്യം ശക്തമായി. ഇപ്പൊ ഉദാഹരണത്തിന് ആറ്റിങ്ങല് LDFന്റെ ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. അതിന്റെ വോട്ടിന്റെ ഫുൾ കണക്ക് എനിക്ക് കിട്ടിയില്ല എങ്കിലും വലിയ വ്യത്യാസമില്ലാതെ ഏതാണ്ട് LDFനടുത്തെത്തി. കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ ആലപ്പുഴയിൽ വളരെയധികം മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി. ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് O രാജഗോപാലിന് ശേഷം തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പോ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം UDFനോടൊപ്പം കുറെ അവരും പങ്കിട്ടിട്ടുണ്ട്. പക്ഷേ കേന്ദ്രവിരുദ്ധ മനോഭാവം 18 നിയോജകമണ്ഡലങ്ങളിൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് വളരെ വിജിലന്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അപ്രതീക്ഷിതമായ പരാജയത്തിന്റെ ഒരു കാരണം, ഞങ്ങൾ ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടായ വിള്ളൽ, അതാണ് ഇവിടെ ഇത്രയും ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. മുന്നോക്ക സമുദായത്തിന്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും അതുപോലെ ക്രൈസ്തവ വോട്ടുകളും അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. മുസ്ലിം വോട്ടുകളിൽ ചില നിയോജക മണ്ഡലങ്ങളിൽ LDFന്റെ കൂടെ നിന്നു. എന്നാൽ നമ്മൾ വിചാരിച്ചൊരു കൺസോൾട്ടേഷൻ മുസ്ലിം വിഭാഗത്തിന്റെ UDFന് കിട്ടിയില്ല. എന്നാൽ UDFന് കുറെയൊക്കെ വോട്ട് കിട്ടി. അതുകൊണ്ടാണ് ഗുരുവായൂര് 1ാം സ്ഥാനത്തെത്താൻ കാരണം. ഇതിനു പുറമെ CPMന്റെ ഉറച്ച പല പഞ്ചായത്തുകൾ, ഇപ്പൊ മാളക്കത്തറ, ചാഴൂര്, താന്യം, ഇതൊക്കെ ഒരു ഉരുക്കു ഓട്ട പോലെ CPMന്റെ നിന്ന പഞ്ചായത്തുകളിൽ BJP കടന്നു കയറി. ഞാൻ മനസ്സിലാക്കുന്ന മാടക്കത്തറ ഏതാണ്ട് 3000 വോട്ടിന്റെ ലീഡോളം BJPക്ക് ലഭിച്ചു. അതാണ് 1ാം ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി ലീഡ് ചെയ്തത്. ഞങ്ങളുടെ അസസ്മെന്റ് 1ഉം 2ഉം ഘട്ടങ്ങളിൽ LDFന്റെ ലീഡും 3 മുതൽ ലാസ്റ്റ് റൗണ്ട് വരെ UDFന്റെ മുന്നേറ്റമാണ് ഞങ്ങൾ കണക്കാക്കിയതെങ്കിലും അതിന് ഘടകവിരുദ്ധമായി 1ാം റൗണ്ടിൽ തന്നെ BJP ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയമാണ്. സ്വാഭാവികമായിട്ടും UDFന് കിട്ടേണ്ട മൈനോറിറ്റി വോട്ടുകളിൽ വിള്ളലുണ്ടായപ്പോ 3ാം സ്ഥാനത്തേക്ക് പോയി. എന്നാൽ ഇടതുപക്ഷത്തിന് ഇത്രയും മികച്ച സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഏതാണ്ട് 12,000 വോട്ട് മാത്രമേ സുനിൽകുമാറിന് കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. അതായത് LDFനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ സുനിൽകുമാർ. ഇനി ഇതിലും നല്ലൊരു കാൻഡിഡേറ്റ് CPMന് കൊടുത്താൽ പോലും ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റിന് അവർക്ക് കിട്ടാനില്ല. പക്ഷേ സുനിൽകുമാർ 5 വർഷം മന്ത്രിയായിരുന്ന തൃശ്ശൂരിൽ 3ാം സ്ഥാനത്ത് പോയി. സ്വന്തം പഞ്ചായത്തിൽ താഴെ പോയി, സ്വന്തം ബൂത്തിൽ താഴെ പോയി. ഇന്ന് മൊത്തം കാണാൻ കഴിയുന്ന ഒരു പ്രവണത, അന്തർധാര ഞാൻ ആദ്യം സൂചിപ്പിച്ച CPM BJP അന്തർധാര ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്തർധാര വലത്തോട്ടേക്കും സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 ഭാഗത്തും വോട്ട് പിടിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 4 ലക്ഷത്തിന് ശിഷ്ടം വോട്ട് UDFന് കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ 3 ലക്ഷത്തി
28,124 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ഈ ഭാഗത്തും വോട്ട് ചോർന്നു. അതിന്റെ മുഖ്യ കാരണം കഴിഞ്ഞ തവണ കിട്ടിയ 2 പ്രബല സമുദായങ്ങളുടെ വോട്ടുകളിൽ വന്ന വിള്ളലാണ്. അതാണ് ഞങ്ങള് ഈ 3-28 പോകാൻ കാരണം. അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സമുദായ വോട്ടുകളുണ്ടായ വിള്ളൽ, സമുദായ വോട്ടുകളുണ്ടായ വിള്ളലാണ് ഈ ഇത്രയും താഴോട്ട് 3-28 പോകാൻ കാരണം. ഏതായാലും ഈ റിസൾട്ട് വളരെ വിജിലന്റ് ആയിട്ട് UDF കോൺഗ്രസും പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.